നമസ്കാരം. സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +2 എക്കണോമിക്സിന്റെ ചില ബേസിക് കൺസെപ്റ്റുകളാണ്. ഇത് +2 ഉള്ള സ്റ്റുഡൻസുകൾക്ക് മാത്രമല്ല, ഡിഗ്രി സ്റ്റുഡൻസിനും അതേപോലെ റിസർച്ച് അസിസ്റ്റന്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് തുടങ്ങിയവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ഇതിലോട്ടൊന്ന് പോകുന്നത്. ആദ്യമേ നമുക്ക് എക്കണോമിക്സ് എന്താണെന്ന്, അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റി നോക്കാം. അല്ലേ, എന്താണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക ശാസ്ത്രം. ഹു ഈസ് ഫാദർ ഓഫ് എക്കണോമിക്സ്? ആഡം സ്മിത്ത്. അന്നേരം എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. നമുക്കറിയാം, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വളരെ സ്കേഴ്സ് ആണ്. നമ്മുടെ വാണ്ട്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, മനുഷ്യന്റെ വാണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. എന്നാൽ ഇതിനെ എങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാൻ കഴിയും? വാണ്ട്സിനെയും നമ്മുടെ റിസോഴ്സിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വാണ്ട്സിനെ നമുക്ക് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തെടുക്കാൻ കഴിയും? അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇതെന്ന് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അന്നേരം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ സ്കേഴ്സ്, ഹൗ ടു യൂസ് ദ റിസോഴ്സ് ഫോർ അവർ വാണ്ട്സ്, ദാറ്റ് സയൻസ് ഈസ് കാൾഡ് എക്കണോമിക്സ്. ആ സയൻസിനെ നമുക്ക് എന്ന് വിളിക്കാം? എക്കണോമിക്സ് എന്ന് വിളിക്കാം. എക്കണോമിക്സിൽ പ്രധാനമായിട്ടും നമുക്ക് എക്കണോമിക്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ എക്കണോമിക്സ്, മൈക്രോ എക്കണോമിക്സ്, ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാക്രോ എക്കണോമിക്സ്. എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെ കുറിച്ച് നമ്മൾ എടുത്തു പഠിക്കുകയാണെങ്കിൽ, ഒരു പ്രത്യേക ഭാഗത്തെ എന്താണ് ലാർജായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഉദാഹരണമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ട്രീയെ പറ്റി, ഒരു കാട്ടിലെ ഒരു ട്രീയെ പറ്റിയും അതിലെ ചില, അല്ലെങ്കിൽ ആ ട്രീയെ പറ്റി മാത്രം നമ്മൾ പഠിക്കുന്നു എങ്കിൽ അത് ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? അത് മൈക്രോ സ്റ്റഡിയാണ്. അന്നേരം മൈക്രോ സ്റ്റഡി അല്ലെങ്കിൽ ഓരോന്നിനെ എടുത്ത് പഠിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഇപ്പൊ മാക്രോ എക്കണോമിക്സിന് നമുക്ക് ഉദാഹരണമായിട്ട് നമ്മളൊരു ഫോറസ്റ്റിനെ മൊത്തം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? മാക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ഇപ്പം ഫേംസ് എന്ന് പറഞ്ഞാൽ ഓരോ പ്രത്യേക സ്ഥാപനത്തിൽ നടത്തുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളും നമുക്ക് എന്തിനകത്ത് ഉൾപ്പെടുത്താം? മൈക്രോ എക്കണോമിക്സിനകത്ത് ഉൾപ്പെടുത്താം. ഇപ്പൊ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതെന്തോ ആയി? മാക്രോ ആയി. ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് ഫേംസ് വരുന്നുണ്ട്. പല ഫേംസുകൾ ചേരുമ്പോഴാണ് അതെന്താവുന്നത്? അതൊരു ഇൻഡസ്ട്രി ആവുന്നത്. അന്നേരം ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫേംസ് ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് എന്തിനകത്ത് വരുന്നുണ്ട്? മാക്രോ എക്കണോമിക്സിനകത്ത് വരുന്നുണ്ട്. ഇപ്പൊ എംപ്ലോയ്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ തൊഴിലവസരങ്ങളെ പറ്റി പഠിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് മേഖലകളെ പറ്റി പഠിക്കുന്നത്, പിന്നെ എന്താണ്, അതേപോലെ ഇൻഫ്ലേഷൻ, ഡീഫ്ലേഷൻ, ഇതെല്ലാം തന്നെ നമ്മൾ എന്തിനകത്ത് ഉൾപ്പെടുത്തും? മാക്രോ എക്കണോമിക്സിനകത്ത് ഉൾപ്പെടുത്തും. മൈക്രോയ്ക്കകത്താണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഫേംസിലെ എന്താണ് മാർക്കറ്റ് ഡിമാൻഡിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ അതെന്തിനകത്ത് നമുക്ക് പെടുത്താം? മൈക്രോ എക്കണോമിക്സിനകത്ത് പെടുത്താം. അതേപോലെ കൺസ്യൂമർ ബിഹേവിയർ, അല്ലെങ്കിൽ ഉപഭോക്താവിന്റെ പലതരത്തിലുള്ള ബിഹേവിയറിനെ പറ്റി പഠിക്കുകയാണെങ്കിലും അതെന്തിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം? മൈക്രോ എക്കണോമിക്സിനകത്ത് ഉൾപ്പെടുത്താം. അന്നേരം നമ്മൾ ആദ്യമേ പറഞ്ഞ എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മുടെ മനുഷ്യന്റെ വാണ്ട്സ് എന്ന് പറയുന്നത്, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, റിസോഴ്സ് ആർ സ്കേഴ്സ്, ഹൗ ദ റിസോഴ്സസ് വി ക്യാൻ യൂട്ടിലൈസ്, ഹൗ വി ക്യാൻ യൂട്ടിലൈസ് റിസോഴ്സസ് ആൻഡ് ഹൗ ടു സാറ്റിസ്ഫൈ അവർ വാണ്ട്സ്. അതിനെപ്പറ്റി പഠിക്കുന്ന ദാറ്റ് സയൻസ് ഈസ് കാൾഡ് എക്കണോമിക്സ്. അതിനെ നമുക്ക് എക്കണോമിക്സ് എന്ന് പറയാം. അന്നേരം എക്കണോമിക്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അന്നേരം ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. അന്നേരം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ എന്താണെന്നതിനെ പറ്റി പഠിക്കാം. ഓക്കെ, എല്ലാവർക്കും അന്നേരം ഒരു നല്ല ദിനം ആശംസിച്ചുകൊള്ളു.